സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നത് അഥവാ കൃഷ്ണനെ അത്രയും പ്രണയത്തോടെ ഭക്തിയോടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, ഒരു സൂഫിയാനൊക്കെ നമുക്ക് കൃഷ്ണന്റെ പറഞ്ഞു, നമുക്ക് യഥാർത്ഥത്തിൽ ഇതൊക്കെ ആരാണ്, ഇവരെ എങ്ങനെയാണ് കാണേണ്ടത് എന്നറിയാം. ഞാനൊരു ഒറ്റ കാര്യം പറയുന്നത് പാടില്ല, കാരണം ഈ പ്രോഗ്രാം നടത്തുന്നതും അത്തരത്തിലുള്ളൊരു കൂട്ടായ്മ. ലോകപ്രസിദ്ധ കവിയാണ് ഹസ്രത്ത് മൊഹാനി. അദ്ദേഹത്തിൻ്റെ പാട്ട് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്ന ചുക്കെ ചുക്കെ രാത്രി അദ്ദേഹത്തിൻ്റെ ഒരു ഗസൽ. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു സൂഫി ട്രഡീഷനിലൂടെ സഞ്ചരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ ഒരു കവിതയുണ്ട്. അതെന്താണെന്നറിയാം? അദ്ദേഹം പറയുകയാണ്, ഹസ്രത്ത് കി ഖബൂൽ ഹോ മധുരാ മേ ഹാസിൽ. അദ്ദേഹം മധുരാപുരി കൃഷ്ണന്റെ മധുരയിൽ പോയിട്ട് പറയുന്നു, ഈ ഹസ്രത്തിനെയും സ്വീകരിച്ചാലും ഞാനിതാ ഈ മധുരയിൽ ഹാജരായിരിക്കുന്നു. हसरत की भी कबूल हो मथुरा में हाजिरी, सुनते हैं आशिकों पे तुम्हारा करम के खास. നീ അവിടത്തേക്ക് ആശിക്കങ്ങളോട് പ്രണയികളോട് അങ്ങേയറ്റത്തിൽ ഇഷ്ടമാണ്. നോക്കൂ, ഗോകുൽ की बस तेरी हसरत के दिल में आज, गोकुल की बस तेरी हसरत के दिल में आज, मथुरे के प्रेम छा गया आंखों में भीड़, आंखों में बेहिजाब. मथुरे के प्रेम छा गया आंखों में बेहिजाब. മധുരയോടുള്ള പ്രണയം എൻ്റെ കണ്ണിൽ കണക്കില്ലാതെ ഇങ്ങനെയൊക്കെയുള്ള പറയുന്നത് അതിന് നമ്മൾ കൃഷ്ണനെ ഈ അധികാരത്തിൻ്റെ ഭാഷയിൽ മനസ്സിലാക്കാതെ പരമ്പരകളായി തുടർന്നു വരുന്ന പ്രണയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബഹുമാനിക്കുകയാണ്. सांसों की माला के सिमरों में
പ്രണയിക്കുന്നവനും പ്രണയിക്കപ്പെടുന്നതും ഒരൊറ്റ പ്രണയ നിറത്തിലായിപ്പോയി. The divine color സിദ്ധാർത്ഥത്തിലായി എന്ന് സൂചിപ്പിക്കുന്നു. രാധ നിരന്തരം കൃഷ്ണനെ തന്നെ പ്രണയിച്ചു അവസാനം രാധ തന്നെ ശ്യാമവർണ്ണമായി എന്ന് പറയുന്നത് പോലെ നിർദോഷമായി നോക്കണം. ഹൃദയം കഥകളൊക്കെയും കളഞ്ഞ് ഒരു കണ്ണാടി പോലെ നിമിഷമായി നോക്കണം. ഞാൻ സന്തോഷത്തിന് ഞാൻ എഴുതിയ 2 വരി പാടാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നുന്ന കണ്ണാടി, ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നുന്ന കണ്ണാടി, ഉള്ളിൻ്റെ ഉള്ളിൽ മിന്നുന്ന കണ്ണാടി, അതിൽ നോക്കിയാൽ അവൻ തന്നെയാടി.
മതിലിന്റെ വിളയാട്ടം ഇത് തേടിവാടി, മതിലിന്റെ വിളയാട്ടം ഇത് തേടിവാടി. വിധിയാണ് പിരിയാത്ത ജോഡി. प्रीतम का कुछ दोष नहीं है, प्रीतम का